ചില ബാങ്കുകൾ ഇപ്പോൾ ഇപ്പോഴും നേരം വിളിക്കാത്ത ബാങ്കുകൾ എന്ന് ഞാൻ പറയും. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടറുടെ സെക്യൂരിറ്റി മാത്രമല്ല, അവൻ്റെ പെങ്ങളുടെ സെക്യൂരിറ്റി, അവൻ്റെ അനിയൻ്റെ സെക്യൂരിറ്റി, അയലക്കാരുടെ സെക്യൂരിറ്റി, അവൻ്റെ എവിടെ നിന്നൊക്കെ കിട്ടാമല്ലോ അവരെയൊക്കെ സെക്യൂരിറ്റി വാങ്ങിച്ചു വയ്ക്കും. പല മാനേജർമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവൻ മനസ്സ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ലോൺ കൊടുത്തപ്പോൾ. ഏതെങ്കിലും ഒരു കസ്റ്റമർ ചെയ്ത ഒരു പാപത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ആവാം, മറ്റാരുമോ ചേർന്നിട്ട് പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുത്ത് ആ കസ്റ്റമർ ചിലപ്പോൾ ആ ബാങ്ക് മാനേജറുടെ പണി പലപ്പോഴും പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ ഒരു കൂട്ടർ പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾക്ക് 50 ലക്ഷത്തിന് തന്നേക്കാമെന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി എനിക്ക് എഴുതി തരാം. പുതിയ സംരംഭകരെ സഹായിക്കാനായിട്ട് നിങ്ങൾ ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ അടുത്ത് ചെന്നാൽ കിട്ടാൻ വളരെ പാടാണ്. പുതിയ സംരംഭകർക്ക്, ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്ക് അവർ ബാങ്കുകളിൽ പോയിട്ട് പല കയറി ഇറങ്ങി നടന്നിട്ടും ലോൺ കിട്ടുന്നില്ല എന്നുള്ള പല കമൻറ്റുകളും നമ്മുടെ ചാനലിൽ നിരവധിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? ഞങ്ങളുടെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും എളുപ്പം ചെയ്യാനായിട്ട് പുതിയ സംരംഭങ്ങളാണ്. അപ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുന്നത് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ഈ ബാങ്കുകൾ പലവിധം ബാങ്കുകളുണ്ട്, പല കൾച്ചറുള്ള ബാങ്കുകളുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള കേസുകളാണ്. അതായത് നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്, ന്യൂ ജനറേഷൻ ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അതിനകത്ത് ഈ ഒരു പുതിയ സംരംഭകരെ സഹായിക്കാനായിട്ട് നിങ്ങൾ ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ അടുത്ത് ചെന്നാൽ കിട്ടാൻ വളരെ പാടാണ്. ഒരു കാര്യം ഒഴിച്ച്, ഇപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ചെല്ലുന്ന ആൾ നിലവിലൊരു വേറൊരു വിജയിച്ച ബിസിനസ് ഉണ്ടെങ്കിൽ അവർ സഹായിക്കും. അല്ലാത്തടത്തോളം കാലം നമ്മൾ സമീപിക്കേണ്ടത് നാഷണലൈസ്ഡ് ബാങ്കിനെയോ ഒരു പരിധിവരെ ഷെഡ്യൂൾഡ് ബാങ്കുകളെയോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളെയോ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഒരു പുതിയ സംരംഭമാണ്, ഒരു വിജയിക്കാവുന്ന പുതിയ സംരംഭം. ഒരിക്കലും പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവാത്തതും ഒരു മാർക്കറ്റില്ലാത്ത ഒരു സംഭവം കൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല. കാരണം പുതിയ സംരംഭങ്ങൾക്ക് ലോൺ ചെയ്യുന്നത് എല്ലാം പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അയാൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഒരു 10-15 വർഷത്തെ ഒരു പ്രൊജക്റ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 10 വർഷത്തെ പ്രൊജക്റ്റ് കൊടുക്കുകയാണ്, ഇത് ഇത്രയായിരിക്കും നമ്മുടെ സെയിൽ, അത് കൺവിൻസിങ് രീതിയിലായിരിക്കണമെന്ന് മാത്രം. നമ്മൾ വെറുതെ ബ്ലഫ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കൺവിൻസിങ് രീതിയിൽ ഇതായിരിക്കും നമ്മുടെ സെയിൽ, നമ്മുടെ കപ്പാസിറ്റി ഇതുണ്ട്, ഈ കപ്പാസിറ്റി ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു ദിവസം അയാൾക്ക് 1 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം. ബാങ്ക് ഒരു ദിവസം 1 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാമെന്ന് ഒരിക്കലും ബാങ്കിൽ നമ്മൾ അതിൻ്റെ 70% ആദ്യത്തെ വർഷം നമ്മൾ പറയുകയാണ് 50% കപ്പാസിറ്റി നമുക്ക് ഉപയോഗിക്കാം, അടുത്ത വർഷം നമുക്ക് 70% കപ്പാസിറ്റി എത്താം. പിന്നെ ഹോട്ടൽ പ്രോജക്റ്റ് ആയിക്കോട്ടെ, അതിനകത്ത് നമ്മൾ പറയുകയാണ് ഹോട്ടൽ തുടങ്ങിയപ്പോൾ തന്നെ നിറയെ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ പറയുകയാണ് ആദ്യത്തെ വർഷം 40% അല്ലെങ്കിൽ 30% ഓക്യുപ്പൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതായത് പ്രൊജക്റ്റ് ബാലൻസ് ഷീറ്റ്, പ്രൊജക്റ്റ് പ്രോഫിറ്റബിലിറ്റിയും മറ്റ് റേഷ്യോസ് എങ്ങനെ വരും എന്നുള്ളത് നോക്കി നമ്മൾ ബാങ്കിനെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ കുറച്ച് അവരുടെ റിസ്ക് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതായത് പല തരത്തിലുള്ള റിസ്ക്കുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ റിസ്ക് കൂടുതലാണെങ്കിൽ ബാങ്ക് എന്ത് പറയും, സെക്യൂരിറ്റി കൂടുതൽ ചോദിക്കും. റിസ്ക് കുറവാണെങ്കിൽ സെക്യൂരിറ്റി കുറച്ച് മതി. ഇപ്പോൾ സെക്യൂരിറ്റിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ ഈ പല ബാങ്കുകളും ചിലപ്പോൾ 100-200% സെക്യൂരിറ്റിയൊക്കെ വാങ്ങിക്കും. ചില ബാങ്കുകൾ ഇപ്പോൾ ഇപ്പോഴും നേരം വിളിക്കാത്ത ബാങ്കുകൾ എന്ന് ഞാൻ പറയും. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടറുടെ സെക്യൂരിറ്റി മാത്രമല്ല, അവൻ്റെ പെങ്ങളുടെ സെക്യൂരിറ്റി, അവൻ്റെ അനിയൻ്റെ സെക്യൂരിറ്റി, അയലക്കാരുടെ സെക്യൂരിറ്റി, അവൻ്റെ എവിടെ നിന്നൊക്കെ കിട്ടാമല്ലോ അവരെയൊക്കെ സെക്യൂരിറ്റി വാങ്ങിച്ചു വയ്ക്കും. പക്ഷേ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഇപ്പോൾ ഒരു 25 കോടി പ്രോജക്റ്റായിട്ട് വരുന്നു. ഇപ്പോൾ 25 കോടി പ്രോജക്റ്റായിട്ട് വരുന്ന, അല്ലെങ്കിൽ 50 കോടി അല്ലെങ്കിൽ 100 കോടി പ്രോജക്റ്റായിട്ട് വരുന്നവന് 100 കോടി സെക്യൂരിറ്റി കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ പ്രൊജക്റ്റ് ശരിക്കും ഒന്ന് പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട്, ചിലപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പ്രൊജക്റ്റുകളുടെ മിക്കവാറും 90% ആ പ്രൊജക്റ്റിൻ്റെ ലാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രൊമോട്ടേഴ്സ് അതുപോലെ കൺവിൻസിങ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു 50 കോടി പ്രോജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ പ്രൊജക്റ്റ് വരുന്ന ലാൻഡ് 10 കോടിയുടെ ആയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ആ ലാൻഡ് ലീസ് ലാൻഡ് ആയിരിക്കും. ഇപ്പോൾ കിങ്ഫ്ര പോലുള്ള സ്ഥാപനങ്ങളുടെ 30 വർഷത്തെ ലീസുള്ള ലാൻഡ് ആയിരിക്കാം. പക്ഷേ പ്രൊജക്റ്റ് വയബിളായിരിക്കും, പ്രൊമോട്ടേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, അവർക്ക് വേറെ ഇതുണ്ടാവും. അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഒരുപാട് ആൾക്കാരെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ തലവേനയുള്ളൂ, ബാങ്കിന് തന്നെ തലവേനയാവുള്ളൂ. ഇത് റിലേഷൻസൊക്കെ നമുക്ക് ഒരു പക്ഷേ ഈ നല്ല രീതിയിലിരിക്കുമ്പോൾ ഇതൊക്കെ കൊടുക്കും, ഏത് സെക്യൂരിറ്റി എല്ലാം തന്നെ കൊടുക്കും. പക്ഷേ ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ ബാങ്ക് ഇവരെയൊക്കെ ചെയ്യുമ്പോൾ ആ റിലേഷൻസ് എല്ലാം തന്നെ തീർന്നു പോകും. ഈ പ്രൊമോട്ടർ, അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വരുന്നവൻ
വലിയൊരു ആഗ്രഹത്തോടെയാണ് ബിസിനസ് ചെയ്യാൻ വരുന്നത്. അവൻ്റെ സ്വപ്നങ്ങളുമായിട്ടാണ് വരുന്നത്, വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ വരുന്നത്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടത് പരാജയപ്പെട്ടു പോകും. അത് അവൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമായിരിക്കണമെന്നില്ല. തെറ്റായ ചിലപ്പോൾ ഒരു തീരുമാനമാവാം, അല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ തകർന്നതാവാം, വിചാരിച്ച രീതിയിൽ അത് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റാത്തതാവാം, പല പല കാര്യങ്ങളുണ്ടാവാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ബാങ്ക് നമ്മൾക്ക് ലോൺ തരാതിരിക്കാം. അപ്പോൾ പുതിയ ഒരു ഇതിന് ലോൺ തരാതിരിക്കുന്ന പ്രശ്നമില്ല. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കണ്ടുവരുന്ന കാര്യം വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. സെക്യൂരിറ്റി ബാങ്ക് ചോദിക്കുമ്പോൾ തേർഡ് പാർട്ടി സെക്യൂരിറ്റി പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സുജീഷിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എനിക്ക് എലിജിബിലിറ്റി ഉണ്ട്. സുജീഷ് പറയാണ് ഞാൻ ലോൺ എടുക്കാനായിട്ട് എൻ്റെ സെക്യൂരിറ്റി തരാം, 1 കോടി ലോൺ എടുത്താൽ എനിക്ക് 50 ലക്ഷം തരണം, ഞാൻ 50 ലക്ഷം എടുക്കും, ബിസിനസ് ചെയ്യും. ഇതാണ്, ഞാൻ 50 ലക്ഷം കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു, സുജീഷ് 50 ലക്ഷത്തിന് എടുത്തിട്ട് അതിൻ്റെ പലിശയ്ക്ക് എനിക്ക് എല്ലാ മാസം കൃത്യമായിട്ട് തരും, ലോൺ കൃത്യമായിട്ട് അടയ്ക്കും എന്നാണ് പറയുന്നത്. ഒരിക്കലും നടക്കില്ല. ഒരിക്കൽ പോലും എൻ്റർടൈൻ ചെയ്യരുത് തേർഡ് പാർട്ടി സെക്യൂരിറ്റി ലോൺ. കാരണം ഇപ്പോൾ സുജീഷിൻ്റെ അടുത്ത് ലോൺ ഉണ്ടെങ്കിൽ സുജീഷ് ആകെ ചെയ്യേണ്ടത്, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ 1 കോടി പ്രോപ്പർട്ടി ഉണ്ട്, നിനക്ക് 50 ലക്ഷത്തിന് തന്നേക്കാമെന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി എനിക്ക് എഴുതി തരാം. അപ്പോൾ ഒരു കാര്യത്തിന് സുജീഷ് രക്ഷപ്പെടും, സിബിൽ പ്രോബ്ലത്തിന് സുജീഷ് രക്ഷപ്പെടും. അപ്പോൾ തേർഡ് പാർട്ടി വെച്ച് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എൻ്റെ അടുത്ത് ആ പ്രോപ്പർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി പ്രോപ്പർട്ടി ഉണ്ട്, ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കാറില്ല. അപ്പോൾ അത് ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാങ്കിൽ ഉദ്യോഗസ്ഥർ അവർക്ക് വേറെ ആ ബാങ്കിൽ കൊടുക്കുന്ന ശമ്പളം നല്ല രീതിയിലുള്ള ശമ്പളം കിട്ടുന്നു എന്ന് വിചാരിക്കാം. ഒരു ലോൺ കൊടുത്ത് പൊളിഞ്ഞു കഴിഞ്ഞാൽ അവർ ആൻസറബിളാണ്. സുജീഷ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പല കസ്റ്റമേഴ്സും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കയ്യിൽ പ്രോപ്പർട്ടി ഉണ്ട്, എന്താ ലോൺ തന്നാൽ. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ നാഷണലൈസ് ബാങ്ക് പോലുള്ള ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്വിക്ക് മോർട്ടാലിറ്റി 1 വർഷത്തിനുള്ളിലൊക്കെ അത് NPA നിഷ്ക്രിയാസ്തിയായി കഴിഞ്ഞാൽ നേരെ പോകുന്നത് CBIക്ക് ആയിരിക്കും ചിലപ്പോൾ 1 വർഷം കേസ്. അപ്പോൾ CBIക്ക് പോകുമ്പോൾ അതിനകത്ത് മാനേജർ മാത്രമല്ല പെടാ, ക്ലയൻറ്റ് മാത്രമല്ല പെടാ, ആ കൺസൾട്ടൻറ്റ് ചിലപ്പോൾ പെട്ടെന്ന് വരും. കാരണം ഇതൊരു അവർ കേസ് ഫ്രെയിം ചെയ്യുന്നത് എന്താണ്, കുറ്റകരമായ ഗൂഢാലോചനയായിട്ടാണ് ഫ്രെയിം ചെയ്യുന്നത്, കേസ് ഫ്രെയിം ചെയ്യുന്നത്. കൺസൾട്ടൻറ്റും കുറേയൊക്കെ വിജിലൻ്റ് ആയിരിക്കണം. ഒരു പ്രൊപ്പോസൽ ബാങ്ക് കൊടുക്കുമ്പോൾ, പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ തേർഡ് പാർട്ടി പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ മറ്റുള്ള പ്രോപ്പർട്ടിയും വെച്ച് ലോൺ എടുത്തു കഴിഞ്ഞാൽ, ഈ ലോൺ മുടങ്ങി കഴിഞ്ഞാൽ മാനേജർക്കാർക്കും പണി കിട്ടുന്നത്. മാനേജർ ശ്രദ്ധിച്ചില്ല. പല അനുഭവങ്ങളുണ്ട്. പല മാനേജർമാരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവൻ മനസ്സ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ലോൺ കൊടുത്തപ്പോൾ. ഏതെങ്കിലും ഒരു കസ്റ്റമർ ചെയ്ത ഒരു പാപത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ മറ്റാരുമോ, ഇപ്പോൾ ചിലപ്പോൾ കൺസൾട്ടൻ്റ് ആവാം, മറ്റാരുമോ ചേർന്നിട്ട് പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുത്ത് ആ കസ്റ്റമർ ചിലപ്പോൾ ആ ബാങ്ക് മാനേജറുടെ പണി പലപ്പോഴും പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവർ തെറ്റ് ചെയ്യാത്ത ഒരു രീതിയിലും തെറ്റ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ അനുഭവത്തിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത സെക്യൂരിറ്റി വെക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കാറില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അതുപോലെയുള്ള ബാങ്കുകളെ കണ്ടെത്തി. ബാങ്ക് പലപ്പോഴും ഈ സെക്യൂരിറ്റി കൂടുതൽ ചോദിക്കുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു വയബിലിറ്റിനെ പറ്റിയിട്ട് അവർക്ക് സംശയമുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ അല്ലെങ്കിൽ അവന് ഒരു പക്ഷേ ലോൺ അതേ പ്രോപ്പർട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ കൂടുതലും അഡീഷണൽ പ്രോപ്പർട്ടി വെക്കാനായിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ഞങ്ങൾ നല്ല പ്രൊജക്റ്റ് മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങളായിട്ട് ഇനിയൊരു ആളെ കൊണ്ടുപോയി പണി വാങ്ങി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല.